ഹായ്, നമസ്കാരം. എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു വിഷയം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യട്ടെ. ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ കണ്ട ഒരു വാർത്തയാണ്. ഒരു അധ്യാപകൻ താൻ പഠിപ്പിക്കുന്ന കുട്ടിയെ ഒരു വടി കൊണ്ട് അടിച്ചു എന്ന പേരിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ അധ്യാപകനെതിരെ കേസ് ഫയൽ ചെയ്തു. ആ കേസ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ വന്നു. ഞാൻ എന്താ നിങ്ങളടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നറിയാം. എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ. ഞാൻ പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിക്കുന്ന കാലത്ത് എന്നെ ഹിന്ദി പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറിൻ്റെ പേര് ബിജി ടീച്ചർ എന്നാണ്. ആ ടീച്ചർ ഒരു ദിവസം ആ പഠിപ്പിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ചോദ്യം ചോദിച്ചു. അതിൽ കുറേ കുട്ടികൾ ആൻസർ പറഞ്ഞു. നല്ല ഭൂരിഭാഗം കുട്ടികൾക്കും ആൻസർ പറയാൻ പറ്റിയില്ല. ആ കുട്ടികളിൽ നിന്ന് എല്ലാ കുട്ടികളെയും ആ ടീച്ചർ ഇരിക്കാൻ പറഞ്ഞു. ഒരാൾ മാത്രം എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എന്നെ മാത്രം എഴുന്നേൽപ്പിച്ച് നിർത്തിച്ചിട്ട് ആ അധ്യാപകൻ സ്കൂളിൽ നിന്ന് ഒരു വടിയെടുത്ത് എന്നെ മാത്രം അടിച്ചു. എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് വേദനയുണ്ടായി, അടിച്ച വേദന എനിക്കുണ്ടായി, ആ സമൂഹത്തിൽ എന്നെ ഒറ്റപ്പെടുത്തിയ വേദനയും എനിക്കുണ്ടായി. അതിനുശേഷം ആ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ബിജു, ഈ ഭൂമിയിൽ പഠിച്ചവന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ പഠിക്കാത്തവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നറിയോ? അന്ന് എന്നെ ആ അധ്യാപക അടിച്ചു എന്ന് എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എന്നാൽ ഇന്ന് ആ ടീച്ചർക്കെതിരെ കേസ് കൊടുക്കുന്ന അനുഭവത്തിലെത്തിയാണ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നറിയോ? ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് അധ്യാപകനും വിദ്യാർത്ഥിയുമായിട്ടുള്ള ബന്ധമാണ്. ഒരു അധ്യാപകൻ തൻ്റെ സിലബസ് താൻ മേടിക്കുന്ന ശമ്പളത്തിനു വേണ്ടി പഠിപ്പിച്ച് തീർക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കാലത്ത് അധ്യാപക വിദ്യാർത്ഥി ബന്ധമല്ലായിരുന്നു, ഗുരുവും ശിഷ്യനുമായുള്ള ബന്ധമായിരുന്നു. ആ ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതാണ് നമ്മുടെ തലമുറയിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ ഗുരു ശിഷ്യ ബന്ധം മടങ്ങി വരണം. ഗുരു ശിഷ്യ ബന്ധം മടങ്ങി വന്നാൽ എല്ലാം ശരിയാവും. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റം ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റും. മാറ്റണം. നമസ്കാരം.